amazing. அஜித் கடவுளே சொல்லக்கூடாதுன்னு சொன்னாரு. பட் இட்ஸ் ஓகே, அமேசிங். தமிழ்நாட்டுல வந்து கொஞ்சம் ஃபேன்ஸ் அந்த எக்ஸ்பெக்ட் பண்ண அளவுக்கு கிடையாதுன்னு சொல்றாங்க. இல்ல, அஜித் வேற மாதிரி ட்ரை பண்ணிருக்காரு. இட் வாஸ் a nice movie. லைக் நீங்க வந்து ஃபர்ஸ்ட் ஹாஃபும் நல்லா இருந்துச்சு, செகண்ட் ஹாஃப் ஃபுல் ஆக்ஷன் பயங்கரமா கிடையாதா? வெறித்தனம் விஜய் என்ன பண்ணும்போது வெறித்தனம் கிடையாதா? விஜய் பண்றப்போ விஜய்ல ஒண்ணுமே வெறித்தனமே இருக்காது. இதுல தலரா வெறித்தனமா நடிச்சிருக்காரு. ஐயோ ரெக்கார்டு மேல தூக்குமா? கண்டிப்பா ஆக்ஷன் சீக்வன்ஸ் கம்பேர் பண்ணி பார்க்கும்போது இந்த ஆக்ஷன்ஸ் விஜயால கண்டிப்பா ஷூரா பண்ண முடியாது. ஒரு பிளாக் மட்டும் வரும் இன்டர்வலுக்கு அப்புறம் காருக்குள்ள 4 பேர் ஃபைட் பண்ணுவாங்க. வேற லெவல் சீனா இருந்துச்சு. பயங்கரமா இருக்கு. വിടാമുയർച്ചി നമ്മള് കുറേ തള്ളാം. പിന്നെ നെറ്റ്ഫ്ലിക്സിൽ വരുമ്പോ കണ്ടാൽ നമുക്ക് സൂപ്പറായിട്ട് കിടന്നുറങ്ങാനുള്ള തിയേറ്ററിലെ സെറ്റപ്പ് ഉണ്ട്. നല്ല തിയേറ്റർ ആണെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് കിടന്നുറങ്ങാം. അത്രേ ഉള്ളൂ. ഭയങ്കര ലാഗാണ്, ഫസ്റ്റ് ഹാഫ് മുതൽ ലാഗാണ്. പിന്നെ അനിരുദ്ധിന്റെ ബീച്ച് എന്ന കിടിലാണ്. ഒന്നും പറയാനില്ല. ഇത് വിടാമുയർച്ചയാണോ അതോ വാടാമുയർച്ചയാണോ എന്നുള്ള ഒരു വല്ലാത്ത ഡൗട്ടായിപ്പോയി. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒന്നും ഈ പടത്തിനകത്ത് വന്നിട്ടില്ല എന്നുള്ള വളരെ നിരാശാജനകമായി പോയി. ഇനി അടുത്ത പൊങ്കലെങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു പടം വരട്ടെ എന്ന് ആശംസിക്കുന്നു. അജിത്തിനെ പോലുള്ള ഒരാളൊക്കെ നമ്മൾ ഈ പടത്തിനകത്ത് പറയാൻ ഒന്നേ ഉള്ളൂ, വിഷ്വലൈസിങ് ഓക്കെയാണ്, ക്യാമറ വർക്ക് ഓക്കെയാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓക്കെയാണ്. അതർവൈസ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് മെത്ത വിരിച്ചു തരെയാണ്, ഉറങ്ങിക്കോ എന്നുള്ളൊരു ആവശ്യം. സെക്കൻഡ് ഹാഫിലേക്ക് ഒരു തുടക്കം, ഒരു ഇന്റർവ്യൂവിൽ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഫസ്റ്റ് ഹാഫിൽ കിട്ടാത്ത സെക്കൻഡ് ഹാഫിൽ കിട്ടും എന്നുള്ളത്. സാധാരണ അജിത്തിന്റെ ഒരു ബിലോ ആവറേജ് ഫിലിം കാണുന്ന ആ ഫീൽ മാത്രമേ ഇതിനകത്തുള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു 10% വന്നിട്ടില്ല എന്നുള്ളതും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ദീപാവലിക്കെങ്കിലും പൊങ്കലിനെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു നല്ല പടം വരട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയ നിരാശാജനവും വളരെ മോശം പടം. சூப்பரா இருக்கு. எல்லாரும் கண்டிப்பா பார்க்கலாம். நல்லா இருக்கு. கதை ரொம்பவே நல்லா இருக்காங்க. ஸ்கிரீன்ல பார்க்க லைக் வித்தியாசமான லுக்கா இருக்கு. ரொம்பவே நல்லா இருந்துச்சு. போய் பார்க்கலாம். நல்லா இருக்கு. எனக்கு பிடிச்சது. தலை கடிச்சு பார்த்தது. நான் தலை ஃபேன். இது ஃபர்ஸ்ட் டைம் FDFS வந்திருக்கேன். ரொம்பவே நல்லா இருந்துச்சு. அதுக்கும் வரும் FDFS. அது நல்லா இருக்கு. அந்த அர்ஜுன் அஜித் ஃபைட் சீன்ஸ், கார் ஃபைட் சீன், அந்த ஆங்கிள் கேமரா அதெல்லாம் நல்லா இருக்கு. எல்லாரும் போய் பார்க்கலாம். അജിത്കുമാറിന്റെ ആക്ഷനും കാര്യങ്ങളും சூப்பரா இருக்குது. நல்லா எடுத்திருக்காங்க. ஃபுல் ஆக்ஷன் மூவி சூப்பரா இருக்கு. சூப்பரா இருந்துச்சு. ஆஃப்டர் 2 years we are watching in screen. நல்லா இருக்கு. അയ്യോ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്കത് ഭയങ്കര ലാഗായിട്ടാണ് തോന്നിയത്. മൂവി ലാഗായിട്ടാണ് തോന്നിയത്. ഒരു കുഞ്ഞു പടമായിട്ട് എടുത്ത് തീർക്കാനുണ്ടത് വലിച്ചു നീട്ടി ഉണ്ടായിരുന്നു. പിന്നെ അജിത്തിന്റെ കുറേ നാളിന് ശേഷമുള്ള ഒരു പടമാണല്ലോ, അപ്പം എക്സ്പെക്റ്റഡ് സംതിങ് എൽസ്. പക്ഷെ അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ അജിത്തിന്റെ ത്രൂ ഔട്ട് ഹി ഈസ് ഓണിങ് ദ ഷോ. പുള്ളി തന്നെയാണ് ഫുൾ ഉള്ളത്. പിന്നെ മറ്റേ വിടാമുയർച്ചി സോങ് ഉണ്ടല്ലോ, അതൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ലാഗായിരുന്നു. ഇപ്പോൾ ഒരാൾ ചോദിച്ചു മങ്കാത്തയുടെ ഹൈപ്പിനുണ്ടോ? അത്രയ്ക്കൊന്നുമില്ല. അർജുൻ ആൻഡ് അജിത്തിന്റെ കോംബോ വന്നിട്ട് ഒരുപാട് അങ്ങനെ വരുന്നില്ല. പക്ഷെ നമുക്ക് ഇടയ്ക്ക് വന്നിട്ട് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇതിങ്ങനെയാണോ ഇത് അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്റർവൽ ബ്രേക്ക് ഇസ് ഗുഡ്. പക്ഷെ ഭയങ്കര ലാഗായിട്ട് തോന്നി. அதான் எப்பயுமே நல்லா தான் இருப்பாரு. ஆக்ஷன் சீக்வன்ஸ் நல்லா இருந்துச்சு. கடை செகண்ட் ஹாஃப் வந்து டைரக்ஷன் பயங்கரமா இருந்துச்சு. ஃபைட் சீன்ஸ் தான் கொல்லம் அமேசிங். நல்லா இருந்துச்சு. கண்டிப்பா பிடிக்கும். ஃபர்ஸ்ட் ஹாஃப் கொஞ்சம் இழுக்கும். பட் வெயிட் பண்ணுங்க, இன்டர்மிஷனுக்கு அப்புறம் കൊള്ളാം. നമ്മളൊരു റിയലിസ്റ്റിക് അജിത് മൂവി ലൈക്ക് മാസ് ഓഡിയൻസിനും അല്ലെങ്കിൽ കമേഴ്ഷ്യൽ എലിമെന്റ് നോക്കിയിട്ട് വരുന്നവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവില്ല. പക്ഷെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു കോമൺ മാൻ എങ്ങനെയായിരിക്കും ആളുടെ ലൈഫിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടും എന്നൊരു കഥ. അതുപോലെ റൊമാൻസ് സീന്, അതുപോലെ ട്വിസ്റ്റ്, അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ലാസ്റ്റ് ഒരു 25 മിനിറ്റ് നമുക്ക് അജിത്തിന്റെ ഒരു വിളയാട്ടം എന്ന് പറയാം. അടിപൊളിയായിട്ട് ലാസ്റ്റ് ഒരു അടിപൊളി ക്ലൈമാക്സ് ഒക്കെ നല്ല കിടിലായിരുന്നു. കമേഴ്ഷ്യൽ പടമല്ല, ഒരു നോർമൽ ഒരു മകിഴ് തിരുമേനി സിനിമ. പക്ഷെ എന്നാൽ ഭയങ്കരമായിട്ട് ഒരു ത്രില്ലിങ്ങോ അല്ലെങ്കിൽ സീറ്റ് വെച്ചിട്ടുള്ള അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ഒരു നോർമൽ ഒരു പടം. പക്ഷെ എല്ലാ ഓഡിയൻസിനും അത് കണക്ട് ആവുമെന്ന് അറിയാം. പേഴ്സണലി നമുക്കത് കുഴപ്പമില്ലാന്നൊരു ഫീൽ കിട്ടി പടം. അജിത്തിന്റെ ഒരു കംബാക്ക് എന്ന് പറയാം. തുനിവ് എന്ന് പറയുന്ന പുള്ളിക്കൊരു അത്ര ഇതില്ല, അതിനേക്കാൾ ഫാർ ബെറ്ററാണ് ഈ പടം. അപ്പോൾ ഓഡിയൻസിന് തൃപ്തിപ്പെടുത്താനുള്ള അതുണ്ട് ഇതിനകത്ത്. തീർച്ചയായും ഫാമിലി ഓഡിയൻസിന് എന്തായാലും ഇതിലുണ്ട്. അതെ, പക്ഷെ മാസ് ഒരുപാട് നമ്മളിപ്പോൾ ട്രെയിലർ കണ്ടിട്ട് ഒരുപാട് മാസ് ഫൈറ്റ് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ഒരു കോമൺ ആയിട്ട് ഒരു റിയലിസ്റ്റിക് പടം, ഒരു മകിഴ് തിരുമേനി പടം. പടം നൈസ് പടമാണ്. എന്തായാലും വന്ന് തിയേറ്ററിൽ കാണണം. കാരണം അജിത് കുമാറിന്റെ മൊത്തത്തിലുള്ള സ്വാഗും പുള്ളിയുടെ ഹാൻഡ്സം ലുക്കും ക്യൂട്ട്നെസ്സും എല്ലാം ആണ്.
പടത്തിലെ സെക്കൻഡ് ഹീറോ എന്ന് പറയുന്ന അനിരുദ്ധാണ്. അനിരുദ്ധിന്റെ നല്ല മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം നൈസ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ പടത്തിലെ DA കളർ ഗ്രേഡിംഗ് ആണ്. കളർ ഗ്രേഡിംഗ് യൂഷ്വലി മോളിവുഡിലോ ടോളിവുഡിലോ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടില്ല. കാരണം നമുക്ക് KGF കാണുന്ന പോലെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നൈസ് ആയിട്ടുണ്ട്. സിനിമ കൊള്ളാം, കുഴപ്പമില്ല, സൂപ്പർ പടം. അനിരുദ്ധാണ് മെയിൻ ക്യാരക്ടർ. അനിരുദ്ധിന്റെ ആ മ്യൂസിക്ക് വേണ്ടി സിനിമ കാണാം. സിനിമ കുഴപ്പമില്ല. നമ്മള് ബ്രേക്കിംഗ് ബാഡ് സിനിമ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സിനിമ, കുഴപ്പമില്ല. കൊല തൂക്കേന്നെ ഒരു ക്ലാസിക് സിനിമ. അജിത്തിന്റെ ഒരു കമ്പയൊക്കെ എന്ന് പറയാം.